ഞാനൊരു അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ ലൈനിൽ നിൽക്കാൻ എന്നെ ആർക്കും മനസ്സിലാവില്ല. അപ്പം ഇങ്ങനെ അടുത്തടുത്ത് വരിയിൽ നിൽക്കുകയാണ്. അടുത്ത് പോയി ആ പേര് നക്ഷത്രം പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ വാണി വിശ്വനാഥ് ഇങ്ങനെ. അപ്പോൾ അവരെന്നെ ചോദിക്കും, ഓ സിനിമാ നടിയുടെ പേരൊക്കെയാണല്ലോ ഇട്ടിരിക്കണേ. ഞാൻ ഈ ആസാദിയിലോട്ട് വന്ന ഒരു കഥ പറയാം. അതായത് മഞ്ഞുമൽ ബോയ്സിന്റെ ഷൂട്ട് നടക്കുമ്പോൾ ബാസിനെ കാണാനായിട്ടാണ് സാഗറും ജോഗുട്ടനും അവിടെ വരുന്നത്. ബാസിയുടെ കഥ പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ അതിലൂടെ നടന്നപ്പോൾ എന്നെയും കണ്ടു, എന്നെയും കൂടി കാസ്റ്റ് ചെയ്തേക്കും. ഇങ്ങനത്തെ ഒരു കഥ പറയുന്നത്. അപ്പോൾ അത് പറയുന്നത് അപ്പം ജീൻലാൽ വരുന്നെങ്കിൽ ഇപ്പം ജീൻലാലിനെ കാസ്റ്റ് ചെയ്തതിന് ദീപക് പറമ്പോൾ വരുന്നെങ്കിൽ ദീപക് പറമ്പോൾ. പക്ഷേ ഞാൻ ആദ്യം നടന്നു പോയതുകൊണ്ട് ഇപ്പൊ നമ്മുടെ ഒരു സാധാരണക്കാരന്റെ ഒരു മുഖം നമുക്ക് തോന്നുക അതിലൊരാളായിട്ട് എനിക്ക് തോന്നാറുണ്ട്. മറ്റുള്ളവരൊക്കെ ഏത് നാട്ടുകാരായിട്ട് കിരീടത്തിൻ്റെ തെലുഗു വേർഷൻ ഞാനായിരുന്നു അഭിനയിച്ചത്. അതിൽ 4 ഡ്യൂറ്റ് സോങ് ഉണ്ടായിരുന്നു. അപ്പോൾ ആലോചിച്ചാൽ മതി മാറ്റുള്ള. അപ്പോൾ അവിടെ ഒരുപാട് ഡാൻസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ശരിക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഒരു മച്ചാനേവ, ഒരു അക്കരെ നിൽക്കണ ചക്കരമാവ്, നന്ദലാല ആൻറ്റി എന്ന് വരെ പേരായി എനിക്ക്. വാണി ആൻറ്റി എന്നാ പേര്. എന്നെ കുട്ടികൾ നന്ദലാല ആൻറ്റി വരുന്നുണ്ട് എന്നാ പറയാ. എൻ്റെ ഓർമ്മയിൽ വാണി ചേച്ചി എപ്പോഴും നിൽക്കുന്ന നന്ദലാല വില്ലൻ കഥാപാത്രമായിട്ട് ചെയ്തിട്ടേ ബാബുച്ചേട്ടൻ ഒരു കോമഡി ട്രാക്ക് പിടിക്കുന്ന സമയത്ത് ഞങ്ങൾക്കത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. എനിക്കങ്ങനെ വലിയ, കാരണം പുള്ളി വീട്ടിൽ വന്നാൽ ഭയങ്കര കോമഡിയും ഭയങ്കര തമാശയൊക്കെയാണ്. ഹിറ്റ്ലറിന്റെ സെറ്റിൽ നിന്ന് പോയ പോലെ തന്നെ എനിക്ക് തോന്നി റൈഫിൾ ക്ലബിന്റെ സെറ്റിൽ. കാരണം ഒരുപാട് ആർട്ടിസ്റ്റുകളും കാരവൺ ഇല്ല അവിടെ. അപ്പൊ എനിക്കതൊരു ചേഞ്ച് ആയിട്ട് തോന്നിയില്ല. നമ്മുടെ സന്തോഷം തരുന്ന കാര്യങ്ങൾ വിട്ട് വേറെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ദിനം മിസ് ചെയ്യുക. അപ്പൊ എനിക്കിതിലും സന്തോഷം തരുന്ന കാര്യങ്ങളായിരുന്നു മക്കളെ നോക്കുക. ഹായ് ഹലോ നമസ്കാരം. സൈന സത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജ്ന ജോസ് പ്രകാശ്. ആസാദിയുടെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഇന്നിൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഈ സിനിമയുടെ ക്രൂ മെമ്പേഴ്സ് ആണ്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. താങ്ക് യു. ട്രെയിലർ കണ്ടു, ഗംഭീര ട്രെയിലറാണ്. തിയേറ്ററിലെ സിനിമ ഞങ്ങൾക്ക് വലിയ കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് തരുന്നത്. ആൻഡ് ഏറ്റവും എക്സൈറ്റ്മെന്റിലൊരു കാര്യം, 13 വർഷം ശേഷം ആദ്യമായിട്ട് കമ്മിറ്റ് ചെയ്യുന്ന സിനിമ, ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമ, അതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട് ഞങ്ങൾക്ക്. എന്തുകൊണ്ടാണ് മാം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമ തിരഞ്ഞെടുക്കുന്നതിന്റെ ഒരു കാരണം? ഇതിന്റെ ഇടയിൽ ഒരുപാട് പിക്ചറുകൾ വന്നിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് അഭിനയിക്കാൻ പറ്റിയില്ല. പിന്നെ അഭിനയിക്കാമെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചപ്പോൾ വന്ന പടമായിരുന്നു. അത് എനിക്കും ഇഷ്ടപ്പെടണം, അതുപോലെ തന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന മലയാള പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ കമ്മിറ്റ് ചെയ്ത പടമാണ്. വളരെ നന്നായിരിക്കും എന്നാണ് എൻ്റെ ഉറപ്പ്. അത് ശക്തമായിട്ടുള്ള ഒരു പോലീസ് കഥാപാത്രം. ഞങ്ങൾ യൂണിഫോം ഇട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറില്ല. കറക്റ്റ് മാച്ച് ആയിട്ട് യൂണിഫോം ഇട്ട് കഴിഞ്ഞ ഭംഗിയുള്ള. പക്ഷെ ഇതിൽ ഇവിടെ യൂണിഫോം ഇട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. യൂണിഫോം ഇല്ല. അതെന്തുകൊണ്ടാ? ഇല്ല, അങ്ങനെ ഒരു ക്യാരക്ടറാണ്. സസ്പെൻഷനിലുള്ളൊരു പോലീസ് ഓഫീസറാണ്. അപ്പം അതുകൊണ്ട് യൂണിഫോം ഇടാനായിട്ട് പറ്റിയില്ല. യൂണിഫോം തിരിച്ചു പിടിക്കാനുള്ള എല്ലാം ഉണ്ട് ഇതില്. ഒത്തിരി പേർക്ക് ഈ ശബ്ദത്തിലൂടെ ജീവൻ നൽകിയ ഒരാളാണ്. പക്ഷെ ഈ സിനിമയിൽ ഊമയായിട്ടാണ്. അതെങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു പെർഫോമൻസ്? ആക്ച്വലി കഥ നറേറ്റ് ചെയ്ത സമയത്ത് ഊമയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഓൺ ബോർഡ് വന്നതിന് ശേഷമാണ് റൈറ്ററും ഡയറക്ടറും പെട്ടെന്ന് വിളിച്ചു, നമ്മൾ ക്യാരക്ടറിൽ കുറച്ച് മാറ്റം വരുത്തുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ ഡയലോഗ്സ് ഉണ്ടാവില്ല, അല്ല ഊമയാണെന്ന് പറഞ്ഞു. ഒരു സന്തോഷമായി. ഡയലോഗ്സ് പഠിക്കണ്ട. പിന്നെ വാണി ചേച്ചി, പിന്നെ ലാൽ സർ, ഇവരൊക്കെ ഉള്ള സമയത്ത് അവരെ ടൈമിങ് ലൈക്ക് സീനിയർ ആർട്ടിസ്റ്റ് അല്ലേ ഞാൻ, കാരണം തെറ്റിപ്പോയിട്ട് പിന്നെ 1 more move. അപ്പൊ എനിക്ക് റിലാക്സ്ഡ് ആയിരുന്നു. ഐ വാസ് ഹാപ്പി. ഇപ്പൊ നമ്മുടെ ഒരു സാധാരണക്കാരന്റെ ഒരു മുഖം നമുക്ക് തോന്നുക വളരെ ചുരുക്കം ആളുകളേ ഉള്ളൂ. അതിലൊരാളായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഏത് ക്യാരക്ടറിലും നമ്മളൊക്കെ കണ്ടു പരിചയമില്ല, നമ്മുടെയൊക്കെ നാട്ടിലൊക്കെ കണ്ട ഒരാളെ പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. മറ്റുള്ളവരൊക്കെ ഏത് നാട്ടുകാരായിട്ട് ഇതില് ഏത് സാധാരണക്കാരനായിട്ടാണോ? അത് സാധാരണക്കാരന്റെ ഒരു ക്യാരക്ടർ തന്നെയാണോ ഈ സിനിമയിൽ? സാധാരണക്കാരനാണ് എല്ലാ സിനിമയിലും. അഭിരാം ചെയ്ത് കഴിയുമ്പോൾ ആയി പോകുന്നതായിരിക്കും. പക്ഷെ ഇതാ കോസ്റ്റ്യൂമിന്റെ ആയിരിക്കും നിങ്ങൾ ഉദ്ദേശിച്ചത്. മുണ്ട് ഷർട്ടൊക്കെ ഇടുന്ന ഒരു മലയാളിത്തമുള്ള ഒരു അതുകൊണ്ടായിരിക്കും നിങ്ങൾ പറയണത്. വളരെ അസാധാരണമായ സന്ദർഭത്തിലൂടെ കടന്നു പോകുന്നുണ്ട് സിനിമയിൽ. അതുകൊണ്ട് സാധാരണക്കാരനല്ലോ ആണോ അല്ലേ എന്നുള്ളത് സിനിമയുടെ ഒരുപോലെ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമുള്ള ഒരു സിനിമ തോന്നുന്നു. ഒരുപാട് മുഖ്യത്തുള്ള ഇതിലൊരു കഥാപാത്രം എങ്ങനെയാണ്? ഇതിൽ ആക്ച്വലി ഇച്ചിരി കള്ളത്തരമൊക്കെ ഉള്ളൊരു ക്യാരക്ടറാണ്. അപ്പം അങ്ങനെ ഒരു സാധനം ഞാൻ ചെയ്തിട്ടുമില്ല, ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുമില്ല. അപ്പം ഇതിൻ്റെ കഥ കേട്ടപ്പോൾ തന്നെ എനിക്ക് ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമായി. ഓക്കെ, കള്ളത്തരം ഇനി കുറച്ച് അങ്ങനെ എനിക്ക് സ്ക്രിപ്റ്റിൽ തന്നെ കേട്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു, ചെയ്തു. വർക്ക് നന്നായിട്ട് വരും എന്നാണ് വിശ്വാസം. ഈ പൊതുവെ വില്ലൻ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള കള്ളത്തിരക്കുള്ള കഥാപാത്രങ്ങൾ ചെയ്യാനാണ് ആർട്ടിസ്റ്റിന് കൂടുതൽ എളുപ്പം എന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണോ? കുറച്ച് ഇഷ്ടം മാഡത്തിന്റെ അഭിപ്രായം
എളുപ്പം അങ്ങനെയൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് എനിക്ക് കൂടുതൽ ഇഷ്ടം അങ്ങനെയുള്ള ക്യാരക്ടറുകൾ ചെയ്യാനാണ്. എളുപ്പം പറയാൻ പറ്റില്ല. എളുപ്പം അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. ഇല്ല 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 ഇല്ല. ഇത്തിരി കഷ്ടം തന്നെയാണ് കള്ളത്തരമുള്ള ക്യാരക്ടറുകളൊക്കെ ചെയ്യാനായിട്ട്. പക്ഷെ എനിക്ക് കൂടുതൽ നെഗറ്റീവ് ടച്ചുള്ള ക്യാരക്ടറുകൾ ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. മുമ്പ് മുതലേ ഇഷ്ടമാണ്. അത് ഗംഭീരമായിട്ട് സ്ക്രീനിൽ കാണാനും പറ്റും. കാരണം വെച്ചാൽ ഞാൻ ചെയ്ത എല്ലാ സൂപ്പർ സ്റ്റാറുകളിലൂടെ ചെയ്ത അവരൊക്കെ എതിർക്കുന്ന ക്യാരക്ടറുകളാണ്. അപ്പൊ അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള ക്യാരക്ടറുകളാണ്. അങ്ങനെ എനിക്കൊന്നും ഇപ്പൊ 2011 അവസാനത്തെ സിനിമ, അതിനുശേഷം 2024 സിനിമ ചെയ്യുമ്പോൾ ഈ 13 വർഷം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഞങ്ങൾക്ക് അത് ഭയങ്കര ഒരു മിസ്സിംഗ് ആയിരുന്നു ശരിക്കും. ഇപ്പൊ നോക്കുമ്പോൾ ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നില്ലെങ്കിലും സിനിമയുടെ ഒപ്പം തന്നെയാണ്. കാരണം സിനിമകൾ കാണാറുണ്ട്, പുതിയത് വരുന്ന ന്യൂജൻ പിള്ളേരെ അറിയാറുണ്ട്, എല്ലാവരും അറിയാറുണ്ട്. പിന്നെ അതിലും സന്തോഷം തരുന്ന കാര്യമായിരുന്നു എനിക്ക് മക്കളെ നോക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്കൊന്നും മിസ് ചെയ്തില്ല. കാരണം നമുക്ക് നമ്മുടെ സന്തോഷം തരുന്ന കാര്യങ്ങൾ വിട്ട് വേറെ ചെയ്യുമ്പോഴാണ് നമുക്ക് ആദ്യം മിസ് ചെയ്യുക. അപ്പം എനിക്കിതിലും സന്തോഷം തരുന്ന കാര്യങ്ങളായിരുന്നു മക്കളെ നോക്കുക, അവരെ സ്കൂളിലേക്ക് അയക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത്ര മിസ് ചെയ്തില്ല എന്ന് വേണം പറയാൻ. എനിക്കത് റിഗ്രറ്റ് ഇല്ല. ഇന്നത് പോസിറ്റീവായിട്ട് തന്നെയാണ് എടുക്കണത്. അല്ലെങ്കിൽ ഇത്ര വർഷം പോയി എനിക്ക് നല്ല കഥാപാത്രങ്ങൾ ചെയ്യായിരുന്നു അങ്ങനെയൊന്നും പിന്നീട് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോഴും ആലോചിക്കും. അതിപ്പോൾ എല്ലാവരും ആലോചിക്കുന്നത് തന്നെയാണ്. പക്ഷെ നമുക്ക് അതിലും വലിയൊരു കാര്യങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മളതൊന്നും മിസ് ചെയ്തില്ല എന്ന് തന്നെ വേണം. പക്ഷെ അതിന് പകരമായിട്ട് ഇപ്പൊ റൈഫിൾ ക്ലബ്ബ് അല്ലെങ്കിൽ ഈ മൂവി അതാണ് ആദ്യം ചെയ്തത്. റൈഫിൾ അല്ലല്ല, ഫസ്റ്റ് ചെയ്ത ആസാദി തന്നെയാണ് ചെയ്തത്. പക്ഷെ ആഷിക്കേട്ട് കൊണ്ടുപോയി. പക്ഷെ അതിൽ ആ ഒരൊറ്റ സീൻ ഉണ്ടല്ലോ, ഇപ്പോഴും ഞങ്ങൾ റിപ്പീറ്റ് കാണുമ്പോൾ നമുക്ക് ആ ഒരു ഗൂസ്ബംസ് കിട്ടും. അയ്യോ, പഴയ ഒരു കംബാക്ക് നമുക്ക് ആ ഒരു സീനിൽ മനസ്സിലാവും. അതെ അതെ അതെ, എല്ലാവരും വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്ത. അപ്പൊ എല്ലാവരും എന്നോട് ഒരു കാര്യം മാത്രമുള്ള പടം കണ്ടു കഴിയും, കുറച്ചും കൂടി മുമ്പ് ആവായിരുന്നു. അപ്പൊ അത് പറഞ്ഞപ്പോ എനിക്ക് കുറച്ച് വിഷമം തോന്നി. കുറച്ചും കൂടി മുമ്പ് ആവായിരുന്നു എന്ന് ചോദിച്ചപ്പോ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും പെൺസുഹൃത്തുണ്ടെങ്കിൽ ഇതുപോലെ ഒരു വളരെ സ്ട്രോങ് ആയിട്ട് ഇപ്പൊ ആരെങ്കിലും വന്ന് ഒരു ഇടിക്കാനൊക്കെ തോന്നുന്ന അല്ലെങ്കിൽ കൂടുതൽ ധൈര്യത്തിൽ ഉണ്ടാവുന്ന ഒരു പെൺസുഹൃത്ത് വേണമെന്ന് പറയും. റിയൽ ലൈഫിൽ അതുപോലെ ബാക്കിയുള്ള സുഹൃത്തുക്കൾക്ക് ഒരു ധൈര്യം അങ്ങനെയൊന്നുമില്ല. അതിന് ബാക്കിയുള്ള സുഹൃത്തുക്കളായിട്ട് നമ്മൾ അത്ര മിങ്കിൾ ചെയ്യാൻ അങ്ങനെ ഒരുപാട് സുഹൃത്തൊന്നുമില്ല. പിന്നെ സിനിമയിൽ നിന്ന് സിനിമയിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയം പിന്നെ പെട്ടെന്ന് കല്യാണം കഴിച്ച് വീട്ടിലൊതുങ്ങിയ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല. പക്ഷെ ആവാണിയുമല്ല പാവമാണിയല്ല, ഒരു ബോൾഡായിട്ട് സംസാരിക്കുന്ന പെൺ സുഹൃത്തുക്കൾ നമ്മൾ വയ്ക്കാറുണ്ട്. നീ ഒരു വാണി വിഷയം ഒരു സിനോണിമാണ്, ബോൾഡ്നെസിന്റെ ഒരു സിനോണിമാണ്. ഇതിപ്പോ നിങ്ങൾ സെറ്റിൽ ആദ്യമായിട്ടായിരിക്കും മീറ്റ് ചെയ്യുന്നത്. 3 പേരും നിങ്ങൾ ആദ്യം കണ്ടപ്പോ എങ്ങനെയാണ്? നമ്മള് മനസ്സിൽ വിചാരിക്കുന്നത് ഭയങ്കര പേടിയായിരുന്നു. സംസാരിക്കാനൊക്കെ പറ്റുമോ അതൊക്കെ പേടിയായിരുന്നു. പക്ഷെ മാഡം വാസ് വെരി നൈസ്, വെരി വാം, വെരി വെൽക്കമിങ്. എങ്ങനെ നിങ്ങളത് ബ്രേക്ക് ചെയ്ത് എങ്ങനെയാ? പണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് കാണുന്ന ഞങ്ങൾ ഡയലോഗ് പറഞ്ഞു തുടങ്ങും. എന്നെ ഞങ്ങളുടെ കുടുംബകാര്യങ്ങള് ഇങ്ങനെ പറഞ്ഞു തുടങ്ങും. എനിക്ക് ആക്ച്വലി നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ടെൻഷൻ വേണമായിരുന്നു ക്യാരക്ടറിന്. അത് ഹെൽപ്പ് ചെയ്തു, എന്റെ ടെൻഷനെ ഹെൽപ്പ് ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അതാരും വാണി വീശുന്ന എന്നെ നമ്മുടെ ഫസ്റ്റ് സീൻ എനിക്ക് വന്ന് എന്റെ കുത്തിന് പിടിക്കുന്നത്. എനിക്ക് അഭിനയിക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ്. കുത്തിന് പിടിക്കാൻ ഭാഗ്യം കിട്ടാന്ന് പറയാറില്ലേ? ശരിക്കും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിരിക്കുന്നു. എന്നെ പിടിച്ചിട്ടുണ്ട്, പേടിച്ചു കഴിഞ്ഞിരിക്കും. മറ്റേ കിലുക്കത്തിൽ ജഗദീശേട്ടൻ അത്രയും വേണ്ട നമുക്ക്, 5 കെട്ട കുറച്ച് അത്രയും പേടി വേണ്ട. മറ്റു ലാംഗ്വേജിലെ ആളുകൾ വരെ മലയാള സിനിമയെ കാണുന്നു, പുകഴ്ത്തുന്നു. മലയാള സിനിമ മാറ്റത്തെ ആളുകൾ പറയുന്നു. ഇപ്പൊ സബ് ടൈറ്റിൽ ഇല്ലാതെ തന്നെ മലയാള സിനിമയെ പറയുന്ന മലയാളം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. തമിഴ്നാട്ടിലായാലും കന്നഡയിലായാലും മലയാളത്തിലൊരു മുഴുനീള കഥാപാത്രമല്ലേ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം, മലയാളത്തിലൊരു പാർട്ടായിട്ട് വരുന്നതിന്റെ സന്തോഷം എങ്ങനെയുണ്ടായിരുന്നു? സാധാരണ എൻ്റെ തമിഴ് ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ട്, നിങ്ങൾ മലയാളം ഇങ്ങനെ എനിക്ക് പറയേണ്ട കാര്യമില്ല, നിങ്ങളുടെ ഈ കയ്യിലൊക്കെ അറിയുന്നുണ്ട്, നിങ്ങളുടെ എക്സ്പ്രഷൻ, നിങ്ങൾ മലയാളം എന്ന് പറയുന്നത് തന്നെ ഒരു എക്സ്പ്രഷൻ ലാംഗ്വേജ് ആണെന്ന് പറയാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ മതി. അപ്പോൾ മലയാള പടത്തിന് അങ്ങനെ ഒരു പേരുണ്ട് മറ്റുള്ള ലാംഗ്വേജുകളിൽ. അത് തന്നെ നമുക്കൊരു അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. എനിക്ക് പിന്നെ ഇതിൽ ഡയലോഗ്സ് ഇല്ല. എങ്ങനെയായാലും ബീങ് എ പാർട്ട് ഓഫ് മലയാളം ഫിലിം എന്ന് പറയുന്നത് തന്നെ അവർക്ക് തമിഴ്നാട്ടിലും ശരി, ലൈക്ക് എനി അതർ ലാംഗ്വേജ് ഫോർ ദാറ്റ് മാറ്റർ. ആൻഡ് മലയാള സിനിമ ആക്ച്വലി പണ്ടേ ഈ സ്റ്റാൻഡേർഡ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് എല്ലാവരും പറയാറ്. പക്ഷെ ഇപ്പോൾ OTTയും ഇതും തിയേറ്റേഴ്സും അധികം ഉള്ളത് കൊണ്ട് ഐ തിങ്ക് എവരിബഡി ശ്രദ്ധപ്പെടും. അപ്പം
ഇറ്റ്സ് എ ഗ്രേറ്റ് ഫീലിംഗ് എല്ലാവരും പറയുമ്പോൾ അത്. ഞങ്ങൾക്കത് കേൾക്കുമ്പോൾ സന്തോഷമാണ് മലയാള സിനിമയിൽ ഒരു മാറ്റങ്ങൾ കാണുന്ന സമയത്ത്. ഇപ്പൊ പുതിയ ഒത്തിരി നടന്മാര് വന്നിട്ടുണ്ടല്ലോ, അപ്പം ഇതിലൊരു എപ്പോഴും കണ്ടെടുക്കുന്ന അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് പോകാൻ പറ്റുന്ന നടൻ ഇതായിരിക്കും, അങ്ങനെ ചിന്തിക്കാറുണ്ടോ സിനിമകൾ കാണുന്ന സമയത്ത്? ആരെ ഇപ്പൊ നമ്മൾ ആലോചിക്കുമ്പം ലാലേട്ടൻ, മമ്മൂക്ക, സുരേഷ് ഗോപി, ജയറാം, അങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് 5 പേര് ഓർക്കുമ്പോൾ നമുക്ക് മനസ്സിൽ വരുമല്ലോ. അപ്പൊ ഇപ്പത്തെ പുതിയ തലമുറയില് അങ്ങനെ എടുത്തു പറയുന്ന എല്ലാവരും സൂപ്പർ സ്റ്റാറുകൾ തന്നെയാണ്. അഭിനയം കൊണ്ട് ഒരുപാട് മാറ്റം വരുത്തുന്ന നടന്മാരാണ് ഇപ്പോൾ ഉള്ളത്. വളരെ സ്വാഭാവികമായിട്ട് അഭിനയിക്കുന്ന ഒരുപാട്. ഇപ്പോൾ സൂപ്പർ സ്റ്റാർ എന്നുള്ളതല്ല മെയിൻ, അത് നമുക്ക് ഓരോരോ പടങ്ങൾ തമ്മിലുള്ള ഓരോ ചേഞ്ചസ് ആണ്. ഓക്കെ, സൂപ്പർ സ്റ്റാർ എന്നുള്ളത് അവിടെ നിന്ന് മാറ്റി വയ്ക്കാം നമുക്ക് സൂപ്പർ സ്റ്റാർ എന്നുള്ളത്. പിന്നെ മമ്മൂക്കി മോഹൻലാലാണല്ലോ ആ ഒരു മാറ്റത്തിന് ശരിക്കും പറഞ്ഞാൽ. മമ്മൂക്ക മോഹൻലാൽ അതാണ് മറ്റുള്ള നാടുകളിൽ ഏറ്റവും ഫേമസ് ആയത് അവർ കൊണ്ടുവന്ന ക്യാരക്ടറുകൾ തന്നെയാണ്. അപ്പോൾ അതിനോടൊരു അഭിമാനം, അവരെ കൂടെ അഭിനയിക്കാൻ പറ്റുക എന്നുള്ളതും നമുക്ക്. കാരണം ഇപ്പോൾ ഞാൻ തെലുങ്കിലൊക്കെ അഭിനയിക്കുമ്പോഴും അവിടെ പറയുക മമ്മൂക്ക മോഹൻലാൽ, മമ്മൂട്ടി മോഹൻലാൽ, മമ്മൂട്ടി മോഹൻലാൽ. അപ്പോൾ അവരുടെ നാട്ടിൽ നിന്ന് വന്ന അവരുടെ മലയാളിയായ ഞാൻ അവരുടെ ഇവിടെ തെലുങ്കിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഞാൻ ഇവരുടെ നാട്ടിൽ നിന്ന് വന്ന ഒരാളല്ലേ എന്നുള്ളതാണ് എൻ്റെ സന്തോഷം. ഇപ്പോൾ മലയാള സിനിമയിൽ ആക്ഷനും അതുപോലെ ഡാൻസും പെർഫോമൻസും കൊണ്ട് ആളുകളെ പിടിച്ചിരുത്താൻ കഴിവുള്ള ഒരാളായിരുന്നു. അത് ഡാൻസ് ഞങ്ങൾക്ക് ഇപ്പോഴും ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഡാൻസ് ഞാൻ വളരെ കുറവാണ് മലയാളത്തിൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ തെലുങ്ക് എന്ന് പറയുമ്പോൾ ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഈവൻ ഞാൻ കിരീടത്തിന്റെ, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കിരീടത്തിന്റെ തെലുഗു വേർഷൻ ഞാനായിരുന്നു അഭിനയിച്ചത്. അതിൽ 4 ഡ്യൂറ്റ് സോങ് ഉണ്ടായിരുന്നു. അപ്പൊ ആലോചിച്ചാൽ മതി, ബാക്കിയുള്ള അതായത് പാർവതി മാമിന്റെ ക്യാരക്ടറായിരുന്നു ഞാൻ അഭിനയിച്ചത്. അതിൽ 4 സോങ് ഉണ്ടായിരുന്നു. എനിക്കും മോഹൻലാൽ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ രാജശേഖർ, ഡോക്ടർ രാജശേഖർ, ഞങ്ങൾ രണ്ടുപേരും 4 ഡ്യൂറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ, അപ്പൊ അവിടെ സോങ്ങിന്റെ ഭയങ്കര ഇതാണ്. അപ്പൊ അവിടെ ഒരുപാട് ഡാൻസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ശരിക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. ആക്ഷനും പിന്നെ കോമഡി സിനിമകൾ അങ്ങനെയൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു മച്ചാനേവ, ഒരു ചക്രമായി, പിന്നെ അല്ലെങ്കിൽ ഒരു നന്ദലാല, അങ്ങനെ മാത്രം മതി. അതിലിപ്പോ ഹിറ്റ് ആയിട്ട് ഞങ്ങൾ റിപ്പീറ്റ് വാല്യൂ ഉള്ള ഡാൻസ് പെർഫോമൻസ് ആണ്. അതെ, അപ്പൊ കുട്ടികൾക്ക് വളരെ ആ സമയത്ത് ഇഷ്ടം. വലിയവരെക്കാളും കൂടുതൽ എന്നെ ഇഷ്ടപ്പെടുന്നത് കുട്ടികളായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ എവിടെ പോയാലും മച്ചാനേവ പാട്ടുപാട്, അല്ലെങ്കിൽ നന്ദലാല ആന്റി എന്ന് വരെ പേര് എനിക്ക്, വാണി ആന്റി എന്ന പേര്. എന്നെ കുട്ടികൾ നന്ദലാല ആന്റി വരുന്നുണ്ട് പറയാം. അന്നൊക്കെ വല്ല സ്കൂളിലൊക്കെ ഫംഗ്ഷന് പോകുമ്പോ നന്ദലാൽ ആന്റി എന്ന് വരെ പേര് വന്നു. അങ്ങനെ ഉണ്ടായിരുന്നു. ഈ നമ്മൾ പണ്ട് ചെയ്ത സിനിമകൾ റിപ്പീറ്റ് ആയിട്ട് സ്ക്രീനിൽ കാണാൻ മടി ഉണ്ടാവും എന്ന് പറയാറില്ലേ? ഇപ്പൊ ഞാൻ ചെയ്ത ഇന്റർവ്യൂ എനിക്ക് റിപ്പീറ്റ് ആണ് മടിയാ. അതുപോലെ നിങ്ങൾ പണ്ട് ചെയ്ത കഥാപാത്രങ്ങളെ സ്ക്രീനില് കുട്ടികളോ പാരന്റ്സ് കാണും, നിങ്ങൾക്കൊരു ചമ്മൽ, അത് കാണാൻ ചമ്മലല്ല, നമുക്ക് ഇനിയും നന്നായി ചെയ്യണമായിരുന്നു എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കും. ഏതൊരു സിനിമ ചെയ്താലും നമുക്ക് കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എപ്പോഴും തോന്നും. അങ്ങനെയുള്ള ഒരു ചമ്മലുണ്ട്. ഒരു ചാൻസും കൂടി കിട്ടിയിരുന്നേ, ഒന്നുകൂടി നന്നാക്കാമായിരുന്നു എന്ന് തോന്നും. അങ്ങനെയാണ് ഇപ്പൊ തുടരും ലാലേട്ടന്റെ വന്നല്ലോ, നമ്മുടെ ആ ഒരു കോമ്പിനേഷൻ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതായിരുന്നു. അങ്ങനെ വീണ്ടും ഒരു നടന്റെ കൂടെ സ്ക്രീനിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി അടിച്ചു പൊളിക്കും, അങ്ങനെ തോന്നുന്ന ഒരു. എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹം, മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. മമ്മൂക്കയുടെ ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കണം. ലാലേട്ടൻ്റെ കൂടെ അധികം അഭിനയിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇവരുടെ രണ്ടുപേരുടെ കൂടെ അഭിനയിക്കാൻ ആഗ്രഹം. ഇപ്പം വില്ലൻ വേഷം ഇപ്പം മാസമായിട്ടുള്ള പെർഫോമൻസിനപ്പുറം ഇപ്പൊ ഡാൻസിന്റെ പറഞ്ഞല്ലോ, ഒരു വലിയൊരു ഡാൻസ് പെർഫോമൻസിൽ പഴയ പോലെ ഒരു അവസരം വരുവാണെങ്കിൽ ചെയ്യാം. അതിനൊന്നും കുഴപ്പമില്ല, ചെയ്യാൻ പറ്റും തോന്നുന്നു. പിന്നെ നമ്മുടെ വയസ്സും ഒരു ഭാഗമാണല്ലോ ആരുടെയും എല്ലാവരുടെയും. അപ്പൊ അതിനനുസരിച്ച് ഉള്ള ക്യാരക്ടറുകൾ വന്നാൽ ചെയ്യും. ഇപ്പോഴും ബോഡി ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പടം വരുമ്പോ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും. അതുവരെയ്ക്ക് നല്ല ഫുഡ് കഴിക്കും. പടങ്ങളൊന്നുമില്ല, ഇപ്പൊ ഒന്നുമില്ല, സ്വസ്ഥം. പിന്നെ പടം വരുമ്പോഴേക്കും ടെൻഷനായി തുടങ്ങും. അപ്പൊ പിന്നെ വേഗം ഡയറ്റിങ് തുടങ്ങും നമ്മള്. അങ്ങനെയാണ്. ഇപ്പൊ വാണിജ്യ പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പാട്ട് കേൾക്കാൻ നന്നായിട്ട് പാട്ട് പാടും. അയ്യോ, അങ്ങനെയൊന്നുമില്ല, പാടിക്കുന്നുണ്ടായിരിക്കും. ബാബുചേട്ടൻ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ടൊരു പാട്ടിന്റെ ആ ഒരു പാട്ടാണ് എന്നെ ഈ കുഴിയിൽ വീട്ടിയത്. ഇപ്പൊ നമ്മളൊരു വില്ലൻ കഥാപാത്രമായിട്ട് ചെയ്തിട്ടേ ബാബുചേട്ടൻ ഒരു കോമഡി ട്രാക്ക് പിടിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് അത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ശരിക്കും അതെങ്ങനെയായിരുന്നു? എനിക്കങ്ങനെ വലിയ, കാരണം പുള്ളി വീട്ടിൽ വന്ന ഭയങ്കര കോമഡിയും ഭയങ്കര തമാശയൊക്കെയാണ്. അപ്പൊ അത് കാരണം ആള് കോമഡി ക്യാരക്ടർ ചെയ്തപ്പോ എനിക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടുകാർക്ക് വലിയ അത്ഭുതം തോന്നിയില്ല. ശരിക്കും ഈ വില്ലന്മാര് ചെയ്യുന്ന എല്ലാ ആളുകളും റിയൽ ലൈഫിൽ ഭയങ്കര പാവമുള്ള ആളുകളാണ്, ഭയങ്കര പാവാണെന്ന് കേട്ടു. പാവെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയൊന്നും ഞാൻ ഇന്റർവ്യൂവിന് വേണ്ടി ഞാൻ വിട്ടുകൊടുക്കില്ല. കുറച്ച് ഇല്ലത്തിരക്കുള്ളതാണ്, എല്ലാം ഉള്ളതാണ്, എല്ലാം.
നമ്മളെപ്പോഴും പഴയ ആളുകളെ കാണുന്ന സമയത്ത് നമുക്ക് എപ്പോഴും പഴയ കഥകൾ കേൾക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇപ്പൊ കാണുന്ന ഇപ്പൊ സമയത്താണെങ്കിൽ ഇത്രയധികം ഇന്റർവ്യൂസ് വരാൻ തുടങ്ങി. അപ്പൊ ഓരോ സിനിമ കഴിയുമ്പോൾ ആളുകൾ ഇന്റർവ്യൂവിനെ കുറിച്ച് പറയും, അല്ലെങ്കിൽ സിനിമയിലെ ക്രൂ മെമ്പേഴ്സ് ആ സിനിമയുടെ സെറ്റിനെ കുറിച്ചൊക്കെ പറയും. പക്ഷെ പണ്ട് ഭയങ്കര റെയർ ആണ് ഈ ഇന്റർവ്യൂസ്, കുറച്ച് ഇന്റർവ്യൂസ് നിങ്ങൾ കൊടുക്കുള്ളൂ. പക്ഷെ ആ പഴയ സിനിമയും ഇപ്പോഴത്തെ ഒരു സിനിമയും തമ്മിലൊരു ഡിഫറെന്റ് ആയിട്ട് എന്താ തോന്നിയിട്ടുണ്ടാവുക? ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നില്ല, നമ്മുടെ ക്യാരക്ടറുകൾ തന്നെയാണ് ഡിഫറെൻറ്റ്. പിന്നെ സിനിമ എന്ന് പറയുമ്പോൾ ഒരു മാറ്റം ടെക്നിക്കലായിട്ടും ഒരുപാട് മാറ്റങ്ങൾ വന്നുല്ലോ. ഇപ്പോൾ ഞാൻ പറഞ്ഞോണം, ഇപ്പോൾ ഞാൻ ഹിറ്റ്ലറിൻ്റെ സെറ്റിൽ നിന്ന് പോയ പോലെ തന്നെ എനിക്ക് തോന്നി റൈഫിൾ ക്ലബിൻ്റെ സെറ്റിൽ. കാരണം ഒരുപാട് ആർട്ടിസ്റ്റുകളും കാരവൺ ഇല്ലേ അവിടെ. അപ്പോൾ എനിക്കതൊരു ചേഞ്ച് ആയിട്ട് തോന്നിയില്ല. എനിക്ക് പഴയ പടത്തിൻ്റെ ലൊക്കേഷനിൽ നിന്ന് അങ്ങോട്ട് പോയ പോലെ തോന്നി. പക്ഷെ കാരവണും അതൊക്കെ ഇപ്പോൾ മാറ്റം, ഇപ്പം അത് നല്ലതുമാണ്. ഡ്രസ് ചേഞ്ച് ചെയ്യാനൊക്കെ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിരുന്ന കാലങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാവർക്കും എല്ലാം കൊണ്ടും വളരെ നല്ലതാണ്. ബാസി ഇതിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. അദ്ദേഹത്തെ കുറിച്ചും പെർഫോമൻസിനെ കുറിച്ചും കൂടെ വളരെ ഇപ്പോഴത്തെ ഇവരുടെ കൂടെയൊക്കെ അഭിനയിക്കുക എന്നുള്ളത് തന്നെ എൻ്റെ ഒരു ഭാഗ്യമാണ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. നല്ല പെർഫോമൻസ് ആയിരിക്കും. എനിക്ക് തോന്നുന്നത് ബാസി ചെയ്ത വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിംസ് ഇതായിരിക്കും ശരിക്കും, അല്ലേ? ഇപ്പൊ ഒരു ഗർഭിണിയായിട്ട് അഭിനയിക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും പെൺകുട്ടിയുടെ മനസ്സിലൊരു മാതൃത്വം ഒരു അമ്മയൊക്കെ ഉണ്ടാവും. പക്ഷെ ഗർഭിണിയായിട്ട് അഭിനയിക്കുന്ന സമയത്ത് നമ്മളിപ്പോ ഒബ്സർവ് ചെയ്ത ആളുകൾ, നമുക്ക് ചുറ്റും കണ്ട ആളുകളൊക്കെ ആയിരിക്കുമല്ലോ നമ്മളെ ഒരു ക്യാരക്ടറിൽ അഭിനയിക്കുന്ന സമയത്ത് കൊണ്ടുവരാം. അങ്ങനെ കണ്ടിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ തന്നെയാണോ ഒരു ഗർഭിണിയായിട്ടുള്ള സ്ത്രീ? ഗർഭിണി മോർ ദാൻ ദാറ്റ് ഊമ അവരുടെ ബോഡി ലാംഗ്വേജും അവരുടെ ഒരു എക്സ്പ്രഷൻസും പിന്നെ ഡയലോഗ്സ് ഇല്ലെങ്കിലും ഫേസിൽ കുറെ സംഭവങ്ങൾ വരണല്ലോ. ഞാനിതുപോലെ ഒരു പടം അഭിനയിച്ചിട്ടുണ്ട് തെലുങ്കില് ഗർഭിണിയായിട്ട്. അപ്പൊ ഞാൻ ലൊക്കേഷനിലേക്ക് വലിയ വയറൊക്കെ ആയിട്ട് വരുന്നു. ഒരു അമ്മൂമ്മ എന്നെ കണ്ടിട്ട് വേഗം കൊണ്ടുവന്ന് വെള്ളം ഒറിജിനൽ ഗർഭിണി പെണ്ണുങ്ങളെ നിങ്ങൾ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കുകയാണോ എന്നുള്ള രീതിയിൽ എനിക്ക് കൊണ്ടുവന്ന് വെള്ളം തന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇത്രയും സീരിയസ് കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു വില്ലത്തിയാണ് അല്ലെങ്കിൽ പറയാനും സംസാരിക്കാനും പേടിയൊക്കെ ഉണ്ടാവുമല്ലോ. റീലില് അതേപോലെ ആളുകൾക്ക് പേടിച്ച് വന്ന് സംസാരിച്ചിട്ടുണ്ടോ ഇതുപോലെ സിനിമയിലെ കഥാപാത്രങ്ങൾ? അങ്ങനെ ഒരുപാടുണ്ട്. അങ്ങനെ ഒരു പെട്ടെന്ന് തന്നെ കാണുമ്പോൾ ഒരു സ്ത്രീ എന്നെ പെട്ടെന്ന് കണ്ടോടൻ അയ്യോ ഝാൻസി റാണി അല്ലേ, അവർക്ക് എന്റെ പേര് മറന്നുപോയി, വാണി വിശ്വ എന്നുള്ളത് മറന്നുപോയിട്ട് ഝാൻസി റാണി അല്ലേ, അയ്യോ വാണി വിശ്വ, ആ അതെ അതെ, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് ചിലര് കാണുമ്പോ. ഈ ആർട്ടിസ്റ്റ് പറയാറുണ്ട് ഇപ്പൊ കുറച്ച് ഫെയിം ആയി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ ചെയ്യാൻ പറ്റാണ്ടാവും. കാരണം ആളുകളെ തിരിച്ചറിയും, സെൽഫി എടുക്കും, ഒരു പ്രൈവസി നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ വരുമല്ലോ. ആ സമയത്ത് പറുതൊക്കെ ഇട്ട് മാളിലൊക്കെ പോകുന്ന കഥകള് അല്ലെങ്കിൽ മറ്റു വിദേശ രാജ്യങ്ങളിൽ പോകുന്നത്, നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ഒരു സെലിബ്രിറ്റി ലൈഫ് കൊണ്ടുപോകുന്നത്? എന്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് എന്നെ ആർക്കും അങ്ങനെ മനസ്സിലാവില്ല എന്നുള്ളത്. സത്യമായിട്ടും എന്നെ വെളിയിൽ ആർക്കും കണ്ടാൽ മനസ്സിലാവില്ല. സത്യമാണ് സത്യമാണ്. ഞാൻ മുടിയൊക്കെ കെട്ടി അങ്ങനെയൊക്കെ വെച്ച് ഞാനൊരു ചുരിദാറും ഇതൊക്കെ ഇട്ടിട്ട് പോയി എന്നെ ആരും, ഞാൻ ഇപ്പൊ അടുത്ത് പറഞ്ഞോളൂ, ഞാനൊരു അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ ലൈനിൽ നിൽക്കുക, എന്നെ ആർക്കും മനസ്സിലാവില്ല. നമ്മുടെ നാട്ടിൽ അമ്പലത്തിൽ ആർക്കും മനസ്സിലാവുന്നില്ല. അപ്പൊ ഇങ്ങനെ അടുത്തടുത്തടുത്ത് വരിയിൽ നിൽക്കുകയാണ്, അടുത്തടുത്ത് പോയി ആ പേര് നക്ഷത്രം പറയൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ വാണി വിശ്വനാഥ് ഇങ്ങനെ, അപ്പൊ അവരെന്നെ ചെയ്യും ഓ സിനിമാ നടിയുടെ പേരൊക്കെയാണല്ലോ. അപ്പോഴാണ് പെട്ടെന്ന് കണ്ടിട്ട് ഓ വാണി ചേച്ചിയാണോ. ചില സമയത്ത് തന്നെ ചെന്നൈയിൽ തീരെ അറിയില്ല, ഇവിടെയൊക്കെ വരുമ്പോ എങ്ങനെ ചിരിച്ചൊക്കെ കഴിഞ്ഞാൽ കുറച്ച് മനസ്സിലാവും. ഇപ്പൊ മാറും ഇനി ആസാദിയോടുകൂടി ആസാദി നഷ്ടപ്പെടും. ഇപ്പൊ നിങ്ങൾ പറയുന്ന കാര്യങ്ങള് അല്ലെങ്കിൽ ഇപ്പൊ ഒരു പോസ്റ്റ് ഇടുന്നതോ അല്ലെങ്കിൽ ഒരു അഭിപ്രായം പറയുന്നതോ ആളുകൾ അത് ഏറ്റെടുക്കും. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ആ കാണുന്ന ആളുകള് നിങ്ങൾ പറയുന്നതിൽ വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാവും നമ്മൾ വിചാരിക്കും. അപ്പൊ പല കാര്യങ്ങൾക്ക് അഭിപ്രായം പറയാൻ നിങ്ങൾക്ക് ഒരു പേടി ഉണ്ടാവാറുണ്ടോ? അല്ലെങ്കിൽ അത്രയധികം? മുമ്പ് നമ്മൾ പറയാറുണ്ടായിരിക്കും, പക്ഷെ ഇപ്പൊ നമുക്കൊരു ഫേസ്ബുക്കോ ഒരു ഇന്റർനെറ്റ് ഒന്നും ഇല്ലാത്തൊരു ആർട്ടിസ്റ്റാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഇടത്തേക്ക് പോവാറില്ല. ഇല്ലാത്തതുകൊണ്ട് പറയാൻ കുറച്ച് പേടിയുണ്ട്. ഇല്ലാത്ത അഭിപ്രായം ഉണ്ടാക്കി പറയുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകും. ഉണ്ടെങ്കിൽ പറയാന്നുള്ളതാണ്. അല്ലാതെ അഭിപ്രായം പറയണം എന്ന് പറഞ്ഞിട്ട് ചോദിച്ചാല് അറിയില്ല എന്ന് പറയുന്നതായിരിക്കും. അറിയില്ലെങ്കിൽ അറിയുന്നൊക്കെ പറയാം, അത്രേ ഉള്ളൂ. എന്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാത്തതിന്റെ റീസൺ? വേണ്ടാന്ന് വിചാരിച്ചു, പിന്നെ അത് അങ്ങ് കണ്ടു. ഞാൻ എന്നും ചോദിച്ചു ഞാൻ പറഞ്ഞു തുടങ്ങണം എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ പോലെ തന്നെ അധികം ഈ സൗഹൃദങ്ങൾക്ക് എപ്പോഴും ഞങ്ങൾ കൂട്ടത്തിൽ കണ്ടിട്ടില്ല. എപ്പോഴും അധികം ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ വരികയോ അല്ലെങ്കിൽ സൗഹൃദം കൂടെയുള്ള ഒരു ഫോട്ടോസ് അടക്കം ഞങ്ങൾ കാണാറില്ല. അപ്പൊ സൗഹൃദങ്ങളെ കീപ്പ് ചെയ്യാത്ത ഒരാളാണോ? എനിക്ക് വളരെ കുറവാണ്, ഫ്രണ്ട്സ് ഒക്കെ വളരെ കുറവാണ്. ഇപ്പൊ ഇവരൊക്കെ ഇങ്ങനെ വന്നു സംസാരിച്ചു, അത് കഴിഞ്ഞ പിന്നെ എങ്ങനെയോ
പിന്നെ സംസാരമില്ല, ഒന്നുമില്ല. പിന്നെ കാണുമ്പോഴാണ്. അതുകൊണ്ട് വളരെ കുറവാണെന്ന് പറയാം സൗഹൃദങ്ങള്. ഈ സിനിമയിലൊരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇപ്പൊ സുചിത്രയ്ക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. ഇപ്പൊ റൈഫിൾ ക്ലബ്ബാണ് ഞാൻ ഒരു പഴയ കൂട്ടുകാരിയാണ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. കാരണം എന്താ പറയാ, അതങ്ങ് അവര് ഒരു ലൈഫ്, ഞാനൊരു ലൈഫ്, അങ്ങനെ എല്ലാവരും ഇങ്ങനെ അങ്ങനൊരു പലരും ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് കാണുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്, അതുപോലെ തന്നെ അസൂയുണ്ട്. പിന്നെ ഇപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ മക്കളുടെ ഫ്രണ്ട്സിന്റെ അമ്മമാരുണ്ടല്ലോ, അപ്പൊ അവരുടെ ഒരു കൂട്ടുണ്ട് ഞങ്ങള്. അപ്പൊ എപ്പോഴെങ്കിലും ഞങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ കാണും. അങ്ങനെയൊക്കെയുള്ള ഒരു സൗഹൃദമുണ്ട്, അങ്ങനെ ഒരു വലയമുണ്ട് ഇപ്പോൾ. ആ സമയത്ത് ഇപ്പോഴും പറയും നമ്മളെയൊക്കെ സിനിമയിൽ നിലനിൽക്കണമെങ്കിൽ നമ്മളൊരു സൗഹൃദം കീപ്പ് ചെയ്യണം, നമ്മൾ ഈ പറഞ്ഞ അവസരങ്ങൾ ചോദിക്കണം. പലപ്പോഴും അത് ചോദിക്കാതിരിക്കും നല്ല കഥാപാത്രങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോകുന്നൊക്കെ പറയാറുണ്ട്. നിങ്ങളെല്ലാവരും ഈ അങ്ങോട്ട് അവസരങ്ങൾ ചോദിക്കുന്ന ആർട്ടിസ്റ്റ്? അവസരമല്ല, ചെറിയ ഇതിന്റെ ഞാൻ ഈ ആസാദിയിലോട്ട് വന്ന ഒരു കഥ പറയാം. അതായത് മഞ്ഞുമൽ ബോയ്സിന്റെ ഷൂട്ട് നടക്കുമ്പോൾ ബാസിനെ കാണാനായിട്ടാണ് സാഗറും ജോഗുട്ടനും അവിടെ വരുന്നത്. അപ്പോൾ ബാസിയുടെ കഥ പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ അതിലൂടെ നടന്നുമ്പോൾ എന്നെയും കണ്ടത്, ഇവനെയും കൂടി കാസ്റ്റ് ചെയ്തേക്കും ഇങ്ങനെ ഒരു കഥ പറയുന്നത്. അപ്പോൾ അത് പറയുന്നത് അപ്പോൾ ജീൻലാൽ വരുന്നത് ഇപ്പോൾ ജീൻലാലിനെ കാസ്റ്റ് ചെയ്തതിന് ദീപക് പറമ്പോൾ വരുന്നത് ദീപക് പറമ്പോൾ. പക്ഷേ ഞാൻ ആദ്യം നടന്നു പോയതുകൊണ്ട് അപ്പൊ അത് മാഡത്തിന്റെ അല്ലേ എന്നെ പറഞ്ഞത്. അപ്പൊ അതെന്താന്ന് വെച്ചാല് പിന്നെ അവർ പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല. നമ്മൾ ആദ്യമേ ഈ സത്യം എന്ന് പറഞ്ഞ ക്യാരക്ടർ, അപ്പൊ അതൊക്കെ അവർ പറയണായിരിക്കും. പക്ഷെ കണ്ടപ്പോ തോന്നിയിട്ടുണ്ടാവും. അത് അതിന് സൗഹൃദത്തിന്റെ ആവശ്യമില്ല. അതാണ് നമ്മൾ സോഷ്യൽ മീഡിയയുടെ കാര്യം ചോദിച്ചത്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു കാസ്റ്റിങ്ങിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അപ്പോൾ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ച് നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് നോക്കുമ്പോഴേക്കും ഒരാളുടെ പോകുന്നത് ഇയാൾ കറക്റ്റ് ആയിരിക്കുമല്ലോ, അങ്ങനെയും ചിലപ്പോൾ വരാം. സോ നമ്മൾ ഈ ചിലർക്ക് വേണ്ടി എഴുതുമ്പോൾ തന്നെ ഈ ആളെ വെച്ചിട്ട് എഴുതുന്നവരുണ്ട്. അപ്പോൾ സൗഹൃദത്തിന്റെ അപ്പുറത്തോട്ട് നമ്മൾ വിസിബിൾ ആയിരിക്കും. നമ്മുടെ പെർഫോമൻസ് നമ്മൾ ആൾക്കാരുടെ ഇടയിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പടം ചെയ്ത് തിയേറ്ററിൽ ഓടിയെന്ന് പറഞ്ഞതിനെ കൊണ്ട് ചിലപ്പോൾ കാര്യം ഉണ്ടാവണമെന്നില്ല. Like we have to be in that loop, otherwise you will miss out because a lot of people are coming every day. നിങ്ങൾ അങ്ങനെ അവസരങ്ങൾ ചോദിക്കാറുണ്ടോ? ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതിലെന്ത് നല്ലൊരു ക്യാരക്ടർ എനിക്ക് ഉണ്ടാവും എന്ന് ചോദിക്കുന്നതിൽ തെറ്റൊന്നും അഭിമാനത്തോടെ പറയുന്നത് ഇപ്പോഴും ഞാൻ ചോദിക്കാറുണ്ട്. എന്തുകൊണ്ട് ചോദിച്ചൂടാ? ഔട്ട് ഓഫ് സൈറ്റ് ഔട്ട് ഓഫ് മൈൻഡ് ആണ് സിനിമയ്ക്ക് എപ്പോഴും. അപ്പം ഷുഡ് ബി ഓൺ ദ ലൂപ്പ്. ചോദിച്ചിട്ട് പിന്നെ അത് നന്നായിട്ട് ചെയ്യാൻ പറ്റണം. ആ കോൺഫിഡൻസ് ഉണ്ടാവണം. ലൈക്ക് ഒരു ചാൻസ് തന്നാൽ ഞാൻ അത് പ്രൂവ് ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് എനിവൺ. അവർ തരികയും ചെയ്യും. എത്രയോ ചില ഒരു അഞ്ചാറ് പ്രാവശ്യമൊക്കെ ശല്യപ്പെടുത്തി ആരാണ് എന്തെങ്കിലുമൊക്കെ തരും. പക്ഷെ അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നമ്മൾ അതിലൂടെ നമ്മൾ രക്ഷപ്പെടും നമുക്ക് ഉറപ്പുണ്ടാവണം. ഇല്ലെങ്കിൽ പിന്നെ കാര്യമില്ലല്ലോ. ശരിയാണ്. പക്ഷെ നമ്മളിപ്പോൾ ഒരു 1000 പേര് ഇപ്പോൾ സിനിമ ആഗ്രഹിക്കുന്നവരുണ്ട്. അതിൽ നമുക്കൊരു നല്ല കഥാപാത്രം ചെയ്യാൻ ഇപ്പോഴും സിനിമയിൽ അവസരം കിട്ടാന്ന് പറയുന്ന ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണല്ലേ. അതൊരു ഹാർഡ് വർക്കിന്റെ ഭാഗം കൂടി തന്നെയാണ്. ചില സീനിയർ ആക്ടേഴ്സ് എനിക്കറിയാം, ഞാൻ പേര് പറയില്ല, കാരണം അവർ ഒരു സിനിമയുടെ ഡിസ്കഷൻ തുടങ്ങുമ്പോൾ തന്നെ അവർക്കറിയാം ഇങ്ങനൊരു കഥ ഡിസ്കഷൻ നടക്കുന്നുണ്ട്, നല്ല ഡയറക്ടർ ഇങ്ങനെ നായകനാണ്, അപ്പോൾ അതിനകത്ത് ഇന്ന ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് അവർക്കറിയാം. അവർ കൃത്യമായിട്ട് ആ ഡയറക്ടറിനെ വിളിക്കും. കേട്ടല്ലോ അപ്പോൾ വിളിക്കും, ഡേറ്റ് ഉണ്ട്. അങ്ങനെ ചെയ്യുന്ന സീനിയർ ആക്ടേഴ്സ് ഉണ്ട്. അതാണ് പ്രൊഫഷൻ. അത് പ്രൊഫഷണലിസമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരിക്കലും അവരുടെ ഒരു തെറ്റായിട്ടല്ല ഞാൻ പറയുന്നത്. ദാറ്റ് ഈസ് ദെയർ പ്രൊഫഷണലിസം. ലൈക്ക് അവർക്ക് ആ പ്രൊഫഷൻ ആവശ്യമാണ്. അപ്പോൾ അവരെന്നെ ചെയ്യണം. വേറെ ആരും വീട്ടിൽ കൊണ്ട് ഒന്നും കൊണ്ടുവരാൻ പോണില്ല എന്നുള്ളതാണ് അവർ പറയണത്. ഐ ബിലീവ് ദാറ്റ് ഈസ് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമാണ്. ഇപ്പോൾ വാണി ചേച്ചിക്ക് വേണ്ടി മാത്രം എഴുതിയ സിനിമകൾ ചെയ്യുകയോ അല്ലെങ്കിൽ ചെയ്യാതെ പോയ സിനിമകളുണ്ട്, അതായത് പിന്നീട് അത് ഹിറ്റാവും? ചെയ്യാതെ ഉണ്ടായിരിക്കും, ഹിറ്റായതുകൊണ്ട് ഫ്ലോപ്പ് ആയതും ഉണ്ടായിരിക്കും. പക്ഷേ ചില പടങ്ങളൊക്കെ എന്താ പറയുക നമുക്ക് വേണ്ടി എഴുതിയവരുണ്ട്, ചില പടങ്ങൾ അതിൽ ചെന്ന് പെടുന്നതും ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. ചിലത് ചെന്നിട്ട് ഇപ്പോൾ കിങ് എന്ന് പറഞ്ഞ മൂവി ഞാൻ അഭിനയിച്ച് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സീൻ കഴിഞ്ഞിട്ട് പടം കുറച്ച് ഗ്യാപ്പ് വന്നു അവർക്ക് ഷൂട്ടിങ്ങിന്. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഞാൻ തക്ഷശിലയുടെ ലൊക്കേഷനിൽ സുരേഷ് ഗോപി സാറിൻ്റെ കൂടെ പടം അഭിനയിക്കും. അവിടെ പോയപ്പോൾ പക്ഷെ പിന്നെ എനിക്ക് ഡേറ്റിൽ എങ്ങോട്ട് വരാൻ, അപ്പോൾ അവരെന്നെ മാറ്റുക എന്നുള്ള പോലും ചിന്തിച്ചു. പിന്നെ എങ്ങനെയോ ഞാൻ ചെയ്തു വെച്ച ആ ഒരു ക്യാരക്ടർ, ആ ഒരു ബിഗിനിങ് സീൻ കണ്ടിട്ടാണ് തോന്നുന്നത് പിന്നെയും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അങ്ങനെ അഭിനയിച്ചതാണ് കിങ്. ഇപ്പൊ നിങ്ങളുടെ ഫേവറേറ്റ്, ഇപ്പൊ ഞങ്ങൾക്ക് ഒത്തിരി കഥകൾ സിനിമകൾ പറയാനുണ്ട്, നിങ്ങളുടെ ഒരു ഫേവറേറ്റ് ആയിട്ട് വാണി ചേച്ചിയുടെ ഒരു സിനിമ ഉണ്ടാവും? അത് ചേച്ചിയുടെ ഫേവറേറ്റ് ആണോ? ഇഷ്ടപ്പെട്ട ക്യാരക്ടർ. ആദ്യത്തെ പടമാണല്ലോ മലയാളത്തില് സിദ്ദിഖ് സാറിന്റെ. എന്റെ ഓർമ്മയിൽ വാണി ചേച്ചി എപ്പോഴും നിൽക്കുന്ന നന്ദലാലെ. നമ്മളൊക്കെ എനിക്കൊക്കെ ടി വി ഒക്കെ ആയി വരുന്ന സമയത്താണ് ഇത് ടി വി വരുന്നത്. പറഞ്ഞിട്ട് അതൊന്നും മറക്കൂല. നമ്മുടെ ചൈൽഡ്ഹുഡിന്റെ പാർട്ടായിരുന്നു കേട്ടോ. വാണി ചേച്ചിന്റെ ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ ഓർമ്മയിൽ നിൽക്കുന്ന. കിങ്ങിലെ ക്യാരക്ടർ,
എന്റെ അമ്മ പറയുന്നു അതില് ഹെയർ കട്ട് സാരി അതൊന്നും ഭയങ്കര ട്രെൻഡായിരുന്നു. അത് വാണി ചേച്ചിന്റെ ഹെയർ കട്ട് അന്നത്തെ ഹെയർ ഇപ്പോഴും ട്രെൻഡാണ്. ഞാൻ ഏതെങ്കിലും പാർലർ പോകുമ്പോ അവര് എന്റെ മുടിയും എന്റെ പുരികം ഇതൊക്കെ നോക്കി എന്താ വെച്ചാൽ കുറെ പേര് വന്ന് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറയും. പക്ഷെ അത് ഭയങ്കര സന്തോഷം. മനോരമത്തെ സ്പീക്കിങ്ങില് രാത്രിയിലത്തെ ആ സീക്വൻസ് കഴിഞ്ഞ് വണ്ടിയിലെടുത്തിട്ട് മുകേഷ് ഏട്ടൻ കൊണ്ടുവന്നിട്ട് നാടക കമ്പനിയിലോട്ട് ഇറങ്ങി വരുമല്ലോ, എയർ ഹോസ്റ്റസിന്റെ മേക്കപ്പ് ബോക്സ് ക്ലാസിക്. അത് മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു ഇമേജ് ആണ്. എൻട്രി ടു ദ ഹാർട്ട് ഓഫ് മലയാള സിനിമ. ഈ ആളുകൾ ഇപ്പൊ ഓരോന്ന് കഥകൾ പറയുമ്പോഴേ വീട്ടില് നമ്മുടെ മക്കളെ ഈ നമ്മുടെ സിനിമകൾ കണ്ട് പറയില്ലേ, ഇപ്പൊ ഒരു ഈ ബ്രേക്ക് എടുത്തപ്പോൾ അവർ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിൽ അവരുടെ ആർച്ചയ്ക്ക് മാന്നർമത്തെ ഭയങ്കര ഇഷ്ടം, മച്ചാനെ വാ സോങ് ഭയങ്കര ഇഷ്ടമാണ്. മോന് പിന്നെയും കുറച്ചുകൂടെ അടിയിടി പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവർക്ക് രണ്ടുപേരുടെ ടേസ്റ്റ് ഉള്ളത് അവർക്ക് അഭിനയം ആഗ്രഹം ഉണ്ടോ? അവര് രണ്ടുപേർക്കും ഉണ്ടെന്നും പറയാൻ പറ്റില്ല, ഇപ്പൊ പഠിപ്പിലാണല്ലോ ശ്രദ്ധ. ഇനി അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അഭിനയിക്കട്ടെ. അപ്പൊ നമ്മുടെ ആസാദി സിനിമ തിയേറ്ററിൽ എത്താൻ വേണ്ടിയിട്ട് പോവാണ്. പ്രേക്ഷകരോട് എന്താണ് പറയുന്നത്? ഒരിക്കലും ഈ ഒരു പടം നിങ്ങൾക്ക് ഡിസപ്പോയിന്റ് ആവില്ല. അത് തന്നെയാണ് അല്ലേ, അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടമായിരിക്കും. സിനിമയുടെ ഒരു കഥയും തിരക്കഥയും ആണല്ലോ അതിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അത് നമ്മളിപ്പോൾ സിനിമ കണ്ടില്ലെന്ന് വിചാരിക്കും, ആ സ്ക്രിപ്റ്റ് വായിച്ചാൽ തന്നെ നമുക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ത്രില്ലറിന്റെ ഒരു സ്വഭാവത്തിലോട്ട്. ഇപ്പം ഞാനിത് വായിക്കാല്ലേ, എനിക്ക് പറഞ്ഞു തരായത് സാഗർ, പക്ഷെ പറഞ്ഞ് കേൾക്കുമ്പോൾ ഇനി എന്താണ് സംഭവിക്കുന്നത് അറിയാനായിട്ട് ഒരു കൗതുകമുണ്ട്. എപ്പോഴും സിനിമയ്ക്ക് വേണ്ടത് നമുക്ക് വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ള ചോദ്യം ആൾക്കാർ ചോദിക്കുന്നില്ല, എന്ത് സംഭവിക്കും. സാഗർ നമ്മുടെ അടുത്ത് പറഞ്ഞ കഥ അതുപോലെ തന്നെ എടുക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. ചിലർ കഥ പറഞ്ഞിട്ട് പിന്നെ അത് ചിലപ്പോൾ പടമായിട്ട് വിഷ്വലിൽ കാണുമ്പോൾ ചിലപ്പോൾ, പക്ഷെ അത് വിഷ്വൽ കാണുമ്പോൾ അതിലും നന്നായി എന്നുള്ളതാണ്. പിന്നെ മാഡത്തിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മളൊക്കെ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ പെർഫോമൻസുകൾ ഇഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് നമ്മുടെ ബെസ്റ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ഇന്ന് പറയാൻ പറ്റും. എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള ഒരു പ്രോമിനന്റ് ഉള്ള ഒരു സംഭവമായിരുന്നു. ഞങ്ങളും കാത്തിരിക്കുകയാണ് തിയേറ്ററിൽ കാണാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയിൽ ഞാനുണ്ടാവും. എല്ലാവിധ ആശംസകളും നേരിടാം. താങ്ക് യു സോ മച്ച്.